ക്രിക്കറ്റിലെ ഷോട്ട് ഓഫ് ദ സെഞ്ചുറി എന്നറിയപ്പെടുന്ന ഷോട്ട് ഏതാണെന്നൊക്കെ അറിയാമോ? അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഷോട്ട് സഞ്ജു സാംസൺ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. ക്രിക്കറ്റിൽ പല ഐക്കോണിക് ഷോട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് സച്ചിൻ്റെ ക്ലാസിക് സ്ട്രെയിറ്റ് ഡ്രൈവ് ഫോർ ടെക്നിക്കൽ പെർഫെക്ഷൻ, അതേപോലെ തന്നെ കോഹ്ലിയുടെ കവർ ഡ്രൈവ്, അതുപോലെ തന്നെ റിക്കി പോണ്ടിങ്ങിൻ്റെ പുൾ ഷോട്ട്, അങ്ങനെ പല ഐക്കോണിക് ഷോട്ടുകളും നമുക്ക് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഷോട്ട് ഓഫ് ദ സെഞ്ചുറിയായി 2022 T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെ ലാസ്റ്റ് ഓവറിൽ 5ാമത്തെ ബോളിൽ വിരാട് കോഹ്ലി സ്ട്രെയിറ്റ് അടിച്ച 6, അതും ഹാരിസ് റാഫിന് അഗൈൻസ്റ്റ്, ആ 6 എന്തുകൊണ്ടാണ് ഷോട്ട് ഓഫ് ദ സെഞ്ചുറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഷോട്ട് അടിക്കാൻ പറ്റി എന്നുള്ളതാണ് ആ ഷോട്ടിനെ അത്ര മഹത്തരമാകുന്നത്. കാരണം അതിൽ ഈ 6ൽ എൻറ്റയർലി ഗെയിം തന്നെ മാറുകയായിരുന്നു. ആ ഷോട്ടിൻ്റെ സിറ്റുവേഷൻ, സാഹചര്യം, മാച്ചിൻ്റെ റിലവൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ആ ഷോട്ടിനെ ഷിയർ ബ്രില്യൻ ഷോട്ടായിട്ടും ക്ലാസിക് ഷോട്ടായിട്ടും അല്ലെങ്കിൽ ഷോട്ട് ഓഫ് ദ സെഞ്ചുറി ആയിട്ടും ICC സെലക്ട് ചെയ്തിരിക്കും. സഞ്ജു സാംസൺ അങ്ങനെ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളിപ്പോൾ എല്ലാവരും ചോദിക്കും. സഞ്ജു സാംസൺ അത്ര ഐക്കോണിക്കായിട്ടൊരു ഷോട്ട് അടിച്ചില്ല. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 5th T20 അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അദ്ദേഹം 3 സെഞ്ചുറി ഒരു കലണ്ടർ ഇയറിൽ സ്കോർ ചെയ്തിരിക്കുന്ന ഏക ബാറ്റ്സ്മാനാണ് T20. അങ്ങനെ ഇരുന്നിട്ട് പോലെ അദ്ദേഹത്തിൻ്റെ ഓപ്പണർ സ്ഥാനം നഷ്ടമായി. പതിയെ ഗില്ല് വന്നപ്പോൾ അദ്ദേഹത്തെ മിഡിൽ ഓർഡറിലോട്ട് തട്ടി. ആ മിഡിൽ ഓർഡറിൽ ഈവൻ ദോ ഏഷ്യ കപ്പിലൊക്കെ അത്യാവശ്യം വേണ്ട രീതിയിൽ, ടീമിന് വേണ്ട രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇൻക്ലൂഡിങ് ഫൈനലിലെ ചെറിയ തിലകമായിട്ടുള്ള ചെറിയൊരു ക്രൂഷ്യൽ പാർട്ണർഷിപ്പ് ഉൾപ്പെടെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഓസ്ട്രേലിയ സീരീസിൽ പയ്യെ പുറകിലോട്ട് മാറ്റി, ടീമിൽ നിന്ന് മാറ്റി. സൗത്ത് ആഫ്രിക്കയെതിരെയുള്ള 4 മത്സരം കളിക്കാൻ പറ്റിയില്ല, 3 മത്സരത്തിൽ അവസരമേ കൊടുത്തില്ല. അങ്ങനെ വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിക്കാൻ പോകുന്നു. ആ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള അവസാനത്തെ ഒരു ചാൻസാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കളിക്കാൻ വേണ്ടി വരുന്നു. സാധാരണഗതിയിൽ അഭിഷേക് ശർമ്മയാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുന്നത് ഇവിടെ സഞ്ജു സാംസൺ ഫേസ് ചെയ്യാൻ വരികയാണ്. ഫസ്റ്റ് ബോൾ ഔട്ട് സൈഡ് ഓഫിൽ ഒരു ബോൾ വരുന്നു, അദ്ദേഹം കട്ട് ചെയ്യാൻ നോക്കുന്നു, മിസ്സാവുന്നു, കീപ്പറുടെ കയ്യിലോട്ട് പോകും. സെക്കൻഡ് ബോൾ ഇട്ടുന്ന് മിസ്സാവുന്നു, എഗെയിൻ കീപ്പറിലോട്ട് പോകും. അത് കഴിഞ്ഞ് 3ാമത്തെ ബോൾ അദ്ദേഹം കട്ട് ചെയ്യുന്നു, ബോൾ എയറിൽ പോകുന്നു, അത് തേർഡ് മാൻ്റെ അടുത്ത് പോകുന്നു. ഒരു 1 ബൗൺസിൽ അദ്ദേഹം ആ ബോൾ പിടിക്കുകയാണ്. അതായത് ജസ്റ്റ് കുറച്ചുകൂടി ഒരു എലവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പന്ത് അദ്ദേഹത്തിന് കയ്യിലിരുന്നതിന് അദ്ദേഹം ഔട്ടായിരുന്നു. സോ അപ്പം എന്നിട്ട് നോൺ സ്ട്രൈക്കറിലോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ഇതുവരെ എക്സാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടൈമിങ്ങിൽ ഒരു ബോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 ഷോട്ട് മിസ്സായി. 3ാമത്തെ ഷോട്ട് ഒരു എഡ്ജാണ്, ഫുൾ കൺട്രോളിലല്ല അദ്ദേഹം കളിച്ചേക്കുന്നത്. സെക്കൻഡ്